ഇന്ന് വിൻഷേട്ട നേരത്തെ വന്നോണ്ട് തന്നെ ചായപ്പണിയൊക്കെ കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. തട്ടിക്കൂട്ടി എന്ത് ഉണ്ടാക്കാച്ച് നോക്കുമ്പോഴാണ് പഴം ഇരിക്കുന്നത്. പഴംപൊരി ഉണ്ടാക്കിയ മുതലാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വെറുതെ പഴം പൊരിച്ചെടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ നെയ്യിലിട്ട് പഴമൊക്കെ പൊരിച്ചു കാപ്പിയും റെഡിയാക്കിയിട്ട് പിന്നെ വിൻഷേട്ട എന്തോ ബേക്കറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ പഴം പൊരിച്ചതും കാപ്പിയും കൂടി കുടിക്കാനുള്ള പ്ലാനിലാട്ടോ. അപ്പൊ തേജും വിൻഷേട്ടനും കൂടി ആദ്യം തന്നെ ഉമ്മർത്ത് സ്ഥലം പിടിച്ചുട്ടോ. പിന്നെ ഞാനും കയറി ഇരുന്നു. ഞങ്ങൾ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതേ ചായ കൂടി തുടങ്ങിയിട്ട് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്ന ഫീൽ ഒന്ന് വേറെ തന്നെയാട്ടോ. വിൻഷേട്ട ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പലപ്പോഴും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ അകത്തിരുന്നിട്ടാട്ടോ കുടിക്കാറ്. അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അതും കേട്ടിട്ടാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ചായ കൂടി. പഴം പൊരിച്ചത് തേജ് കഴിക്കാൻ വേണ്ടിട്ട് തന്നെ ഞങ്ങൾ ഓരോ സൂത്രപ്പണികളൊക്കെ കാട്ടുട്ടെ. വേറെ ഒന്നല്ല, ആരാ ഫസ്റ്റ് കഴിക്കാൻ നോക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്ത് കാര്യം അവന്റെ അടുത്ത് ആരാദ്യം ഫസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആരാദ്യം ഫസ്റ്റ് ആവുക നോക്കാന്ന് പറഞ്ഞാൽ കുട്ടിക്ക് നല്ല ഇൻട്രസ്റ്റ് ആട്ടെ. വേഗം വന്നിട്ട് എല്ലാം തീർക്കാൻ നോക്കും. അങ്ങനെ അതൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തേജപ്പന്റെ ഫ്രണ്ട്സ് വരട്ടെ. പിന്നെ അവരുടെ തമ്മിലുള്ള കളിയായിരിക്കും. ഞാൻ എന്റേതായ രീതിയിലുള്ള പണിയിലേക്ക് ഞാനും നീങ്ങും. തേജുവിന്റെ ഫ്രണ്ട്സ് വന്നാൽ തന്നെ വീടിന് മൊത്തം ഒരു അനക്കായിട്ടാ. കളിയുടെ ഇടയിലുള്ള റെസ്റ്റ് എടുക്കലാട്ടത്. ഈ ഇരുത്തം കാണുമ്പോൾ എനിക്ക് 3 സ്റ്റിക്കറായിട്ട് ഓർമ്മ വന്നത്. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.